ഈ വർഷം ചക്ക കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ ശരിക്കും. അപ്പോൾ ദേ ഞാൻ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പകുതി ചക്ക തന്നതാണ്. അപ്പോൾ പകുതി ചക്ക ഞാൻ ഉപ്പേരി വെക്കാനും എടുത്തു. അതുപോലെ തന്നെ പകുതി ഞാൻ നമ്മൾ പുളിപ്പിച്ചിട്ട് കുറച്ച് മധുരമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതാക്കി അരിയുന്നുണ്ട്, ചെറുതാക്കി ഒരു മീഡിയം സൈസിൽ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ നമ്മുടെ വേപ്പില, ഇത് മൂന്നും കൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ ആകെ രണ്ടേ ഉള്ളൂ, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ചതച്ച മുളക് കേട്ടോ, ഇടിമുളക്. അത് രണ്ടും കൂടെ മിക്സായി പോയതാണ്. എന്നിട്ട് നമ്മളൊരു പാൻ വെക്കുന്നു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. കാരണം ഒന്നുമില്ല, നല്ല രസം ഉണ്ടാവും. ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ രസമാണ്. എന്നിട്ട് നമ്മുടെ ആ ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ നമുക്കറിയാലോ ഏകദേശം അതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഈ പൊടികൾ അങ്ങോട്ട് ഇടുക കേട്ടോ. പൊടി എന്ന് വെച്ചാൽ രണ്ട് പൊടിയുള്ള മഞ്ഞൾപ്പൊടിയും ഇടിമുളകിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി, നല്ല രസം ഉണ്ടാവും. നമുക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കാനുള്ള ചക്കയൊന്നും ഇല്ല. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ആഗ്രഹത്തിൻ്റെ പുറത്ത് കഴിക്കുന്ന ഒരു ചക്കക്കറിയാണ്, ചക്ക കൂട്ടാനാണ് കേട്ടോ. കൂട്ടാനും കറിയെന്നും ഒക്കെ നമ്മൾ പറയും, ഉപ്പേരിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പൊടികളിട്ടിട്ട് നമ്മുടെ വറ്റൽമുളക് കുറച്ചൊന്ന് മൂക്കാം, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ പിടിക്കും. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അതിനേക്കാളും നല്ലോണം ഒന്ന് വഴറ്റാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയുടെ വെള്ളമൊന്നും വേണ്ട കേട്ടോ, വെള്ളമൊന്നും ചേർക്കരുത്. കാരണം ആ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചക്ക അങ്ങനെ നല്ലോണം കുഴഞ്ഞു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ചിലതൊക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമാണ്. എന്നാലും ഇത് ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല രസം. ഞാൻ പക്ഷേ ഇത് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കേട്ടോ, ഉപ്പേരിയായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, പൊടി ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് ഇടുന്നത്. കല്ലുപ്പ് അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ അലിഞ്ഞ് പൊക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനിൻ്റെ മൂടി എടുത്തിട്ട് കുറച്ച് നേരം മൂടി ആവിയിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ചക്കക്കുരു ഞാൻ അരിഞ്ഞിട്ട് അതൊന്ന് ഇതിലിട്ട പെട്ടെന്ന് വേവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് പരിവായിട്ട് വരുമ്പോൾ ആ ചക്കക്കുരു കൂടി ചേർക്കാം. ആ ചക്കക്കുരു കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഉപ്പിടാതിരിക്കണ്ട കേട്ടോ, കാരണം അല്ലെങ്കിൽ ഈ ചക്കക്കുരുയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരുയിലും കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഞാൻ അങ്ങനെ പല കഷ്ണങ്ങളായ പല രീതിയിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ പൊത്തി മൂടി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഈ ചക്കക്കുരുവിലും പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ കുറച്ചൊരു 5 മിനിറ്റും കൂടെ മൂടി വെച്ചപ്പോൾ സംഭവം റെഡി ആയിട്ട്. അപ്പോൾ ഞാനൊരു വെറുതെ ഒരു ഡെക്കറേഷനൊക്കെ നടത്തി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. ഇത് ചായക്ക് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്, പക്ഷേ എനിക്ക് ചോറിന് കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോറും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രസം. അപ്പോൾ ചക്ക കിട്ടുന്നവർ ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.